Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ CA ഫൈനൽ ഓഡിറ്റ് ചാപ്റ്റർ 3 ആണ്. നമ്മളിതിൽ ഓൾറെഡി 6 പാർട്ടുകൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 6 പാർട്ടുകളിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയെന്ന് വെച്ചാൽ ഒരു ഓഡിറ്റ് കമൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, രണ്ടാമത്തേന്ന് വെച്ചാൽ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിയാണ് നോക്കിയത്, പിന്നെ ഓഡിറ്റ് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ പാർട്ടിൽ നമ്മൾ ഓഡിറ്റ് എക്സിക്യൂഷൻ്റെ സമ്മറി നോക്കി. സമ്മറി അല്ല, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കി. അതിന് ശേഷം നമ്മൾ ഈ ഓഡിറ്റ് എക്സിക്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 4 സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ SA 600 അതേമാതിരി തന്നെ SA 610 നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. 600 എന്ന് വെച്ചാൽ യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്ററും 610 എന്ന് വെച്ചാൽ യൂസിങ് ദ വർക്ക് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്ററുമാണ്. ഇനി നമ്മൾ ഓഡിറ്റ് എക്സിക്യൂഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിലെ 3ാമത്തെ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഈ ഒരു പാർട്ട് 7th പാർട്ടിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ നമ്മൾ ഈ 7th പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സ്റ്റാൻഡേർഡാണ് SA 620 യൂസിങ് ദ വർക്ക് ഓഫ് ആൻ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. അപ്പോൾ ഓഡിറ്ററിൻ്റെ എക്സ്പേർട്ടിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് SA 620 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് SA 620 നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് വെച്ചാൽ SA 620ൻ്റെ സ്കോപ്പ് എന്താണ്, ഏത് ഏരിയയാണ് SA 620 കവർ ചെയ്യുന്നത്. SA 620 ഔട്ട്ലൈൻസ് ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി വെൻ യൂസിങ് ദ വർക്ക് ഫ്രം എക്സ്പേർട്ട് ഔട്ട്സൈഡ് ഓഫ് അക്കൗണ്ടിങ് ഓർ ഓഡിറ്റിംഗ് ടു ഗെദർ ആഡിക്വേറ്റ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് എവിഡൻസിന് വേണ്ടിയിട്ട്, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നമ്മൾ എന്താണ്, എക്സ്പേർട്ടിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉള്ള ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് SA 620 ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പേർട്ടിൻ്റെ ഡെഫിനേഷൻ എന്താണ് അത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എ പേഴ്സൺ വർക്കിംഗ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഫീൽഡ്. അപ്പോൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫീൽഡിൽ അല്ലാതെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിനെയാണ് എക്സ്പേർട്ട് എന്ന് പറയാം. സോ അതാണ് ഇവിടെ പറഞ്ഞത് എക്സ്പേർട്ട് ഔട്ട്സൈഡ് ഓഫ് അക്കൗണ്ടിങ് ഓർ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞത്. സോ SA 620 ഡസ് നോട്ട് ഡീൽ വിത്ത്. അപ്പോൾ എന്താണ് SA 620 ഡീൽ ചെയ്യാത്ത മാറ്റർ? അപ്പോൾ നമ്മൾ SA 610 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റേർണൽ ഓഡിറ്റ് വരാത്ത സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു ഫേമിന്, ഒരു ഓർഗനൈസേഷന് ഇൻറ്റേർണൽ ഓഡിറ്റ് ഇല്ലെങ്കിൽ, ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് SA 610 അപ്ലിക്കബിൾ ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ SA 620 എപ്പോഴാണ് അപ്ലൈ ആവാത്തതെന്ന് നോക്കാം. Situations where an engagement team members as an expert in a specialized accounting or auditing area. നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീം മെമ്പർ, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ കുറേ പേര് ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ ഒരാളുണ്ട്, 2 ആളുണ്ട്, 3 ആളുണ്ട് എന്ന് വെക്കുക. ഇതിൽ ഈ വ്യക്തി എന്താണ്, ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇതൊരു ഗോൾഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണെന്ന് വെക്കുക, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണെന്ന് വെക്കുക, ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണെന്ന് വെക്കുക. ഈ ഒരു വ്യക്തി ഓൾറെഡി ഈ സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്, സെയിം ഓർഗനൈസേഷനിലല്ല സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഇയാൾക്ക് നല്ല ധാരണ ഉണ്ട്, നല്ല നോളജ് ഉണ്ട്. ഈ ഒരു വ്യക്തി, ഈ ഒരു എക്സ്പേർട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീമിൽ തന്നെയുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് SA 620 വരുന്ന കാര്യമല്ല. പുറത്തുനിന്ന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരാളുടെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, 620 അപ്ലൈ ആവുള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. സിറ്റുവേഷൻ വെർ ദ എൻഗേജ്മെൻറ്റ് ടീം മെമ്പർ ഹാസ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിങ് ഓർ ഓഡിറ്റിംഗ് ഏരിയ. ദെൻ the auditor's use of work from management's expert whose expertise help in the entities prepare financial statement which is covered in SA 500. അപ്പോൾ SA 500 പ്രകാരം അത് നമ്മൾ നോക്കും, അത് നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലാണ് നോക്കുക. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ വർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, മാനേജ്മെൻറ്റിൻ്റെ എക്സ്പേർട്ട് എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് ടീമിന് തന്നെ ഒരു എക്സ്പേർട്ട് ഉണ്ടെങ്കിലാണ് ഇതിലിവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറഞ്ഞു വെച്ചാൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പേർട്ട് എന്താണ്,
ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളുടെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും എന്താണ് SA 620 വരില്ല. ഇനി ഡെഫിനിഷൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് ആരാണെന്നും അതേമാതിരി തന്നെ രണ്ടാമത്തെ വെച്ചാൽ മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ട് ആരാണെന്നാണ് നമുക്ക് ഫസ്റ്റ് നോക്കുന്നത്. ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് ആരാന്ന് വെച്ചാൽ an auditor's expert is someone who has knowledge in a field outside of accounting or auditing. അപ്പോൾ അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിനോ പുറത്ത് ഒരു നോളേജ് ഉള്ളൊരു വ്യക്തി. ഹൂസ് വർക്ക് ഹെൽപ്സ് ദ ഓഡിറ്റർ ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ്. അയാളുടെ വർക്ക് എന്ന് വെച്ചാൽ ഓഡിറ്ററിന് എന്താണ് സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുണ്ട്. ദിസ് എക്സ്പേർട്ട് ഐദർ ക്യാൻ ബി ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ ഫ്രം ദ ഓഡിറ്റേഴ്സ് ഫേം, ഓഡിറ്റർ ഫേമിൽ തന്നെയുള്ള ആളോ അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊരാളോ ആവാം. ഒന്നുകിൽ നമ്മളുടെ ഫേമിൽ തന്നെയുള്ള ഒരാൾ എന്ന് വെച്ചാൽ ഇൻറ്റേർണലായിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടോ ഉള്ളൊരു എക്സ്പേർട്ട് ആവാം ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. പക്ഷേ അയാളുടെ നോളജ് എങ്ങനെയായിരിക്കണം, അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ആ ഒരു ഫീൽഡിന് പുറത്തായിരിക്കണം. അതുപോലെ തന്നെ അയാളെന്താണ് ഓഡിറ്ററിന് സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. ഇനി മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ആരാന്ന് വെച്ചാൽ എ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ, ഒന്നെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ വിത്ത് എക്സ്പെർട്ടൈസ് സെയിം ആയി തന്നെ ഔട്ട്സൈഡ് അക്കൗണ്ടിങ് ഓർ ഓഡിറ്റിംഗ്. അപ്പോൾ അക്കൗണ്ടിങ്ങിനോ ഓഡിറ്റിങ്ങിനോ പുറത്തുള്ളൊരു എക്സ്പെർട്ടൈസ് ആവണം, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഹൂസ് വർക്ക് അസിസ്റ്റ് ദ എൻറ്റിറ്റി പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇയാൾ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അസിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഓഡിറ്റ് എവിഡൻസ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്തത്, ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും. ഓക്കെ, ഇതാണ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടും അതേമാതിരി തന്നെ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടും തമ്മിലുള്ള ഡിഫറൻസസ്. രണ്ടിൻ്റെയും ഡെഫിനേഷനാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തത്. അപ്പോൾ നമ്മളൊരു നമ്മളൊരു ഓഡിറ്റ് എക്സ്പേർട്ടിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റേർണൽ ഓഡിറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി യാതൊരു മാറ്റവും വരില്ല. അതേമാതിരി തന്നെയാണ് അനദർ ഓഡിറ്ററിൻ്റെ കേസിലും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദ ഓഡിറ്റർ അലോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റ് ഒപ്പീനിയൻ എക്സ്പ്രസ്. ഇവിടെയും സെയിം തന്നെയാണ്, ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ യാതൊരു മാറ്റം വരുന്നില്ല, അത് ഓഡിറ്ററിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ എക്സ്പേർട്ടുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. These responsibilities remain unchanged even if the auditor uses an expert's work. If the auditor finds the expert's work adequate, ഇപ്പോൾ എക്സ്പേർട്ടിൻ്റെ വർക്ക് ആഡിക്വേറ്റ് ആണെങ്കിൽ they may accept the expert's finding as valid audit evidence. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ വർക്ക് ആഡിക്വേറ്റ് ആണ് എന്ന് ഓഡിറ്ററിന് തോന്നുകയാണെങ്കിൽ എക്സ്പേർട്ടിൻ്റെ ഫൈൻഡിങ്സ് എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് ഓഡിറ്റർ കൺസിഡർ ചെയ്യും. കാരണം നമ്മൾക്കറിയാത്തൊരു ഫീൽഡിലാണ് ഈ എക്സ്പേർട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫൈൻഡിങ്സ്, അയാളുടെ വർക്ക് ആക്യുറേറ്റ് ആണ് നമുക്ക് മനസ്സിലായി, അതേമാതിരി തന്നെ അയാളുടെ ഫൈൻഡിങ്സ് അപ്പോൾ കിട്ടുകയാണെങ്കിൽ നമ്മളിതൊരു വാലിഡ് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓഡിറ്റർ ഇൻക്ലൂഡ്. അപ്പോൾ ഒരു ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു ഡിസൈഡ് വെദർ ടു യൂട്ടിലൈസ് ദ വർക്ക് ഓഫ് ആൻ ഓഡിറ്റേഴ്സ് എക്സ്പെർട്ട്. അപ്പോൾ SA 620 പ്രകാരം ഒരു ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിൻ്റെ വർക്ക് യൂസ് ചെയ്യണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യലാണ്. അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക, അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ദെൻ ടു ഇവാലുവേറ്റ് ഇഫ് ദാറ്റ് വർക്ക് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദ ഓഡിറ്റേഴ്സ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഓഡിറ്ററിൻ്റെ ആവശ്യത്തിന് എന്താണ്, ഇയാളുടെ വർക്ക് മതിയോ എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് അയാൾ വർക്ക് ചെയ്യിപ്പിക്കണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്തു, അയാൾ വർക്ക് ചെയ്തതിന് ശേഷം ആ വർക്ക് നമ്മളുടെ ആവശ്യത്തിന് മതിയോ എന്നുള്ള കാര്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിൻ്റെ വർക്ക് യൂസ് ചെയ്യാൻ എക്സാമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസിനാണ് നമ്മൾ ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിനെ യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാല്യുവേഷൻ ഓഫ് എ കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ലാൻഡ് ബിൽഡിംഗ് ഓർ മെഷീനറി. ഇത് മൊത്തം കൂടി ഇതാട്ടോ, ഇതിൻ്റെ സബ്ബല്ല ഇത്. ഒന്നുകിൽ ഒരു ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ ഒരു ലാൻഡോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു മെഷീനറിയോ, നമ്മൾ അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ അങ്ങനത്തെ ഒരു ഐറ്റം വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും, ഒരു ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ലാൻഡ് ഒന്നും വാല്യൂ ചെയ്യാൻ നമ്മളാരല്ല, ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടല്ല, നമ്മളത് പഠിക്കുന്നുമില്ല.
ദെൻ അനാലിസിസ് ഓഫ് കോംപ്ലക്സ് ടാക്സ് കംപ്ലയൻസ് ഇഷ്യൂസ്. അപ്പോൾ എന്തെങ്കിലും ടാക്സ് കംപ്ലയൻസ് ഇഷ്യൂ അതും കോംപ്ലക്സ് ആയിരിക്കണം. നമ്മൾ ഇൻകം ടാക്സ് പഠിക്കുന്നുണ്ട്, നമ്മൾ ഡി ടിയും പഠിക്കുന്നുണ്ട്, നമ്മൾ ഐ ഡി ടിയും പഠിക്കുന്നുണ്ട്, ഇൻ്ററിലും പഠിക്കുന്നുണ്ട്, അതേമാതിരി നമ്മൾ ഫൈനലിലും പഠിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് കംപ്ലയൻസ് വരികയാണെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ, ഇപ്പോൾ ഇൻകം ടാക്സിൽ പോയിട്ട് നമ്മൾ എന്താണ് അയാളോട് ചോദിക്കും, സാർ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഞങ്ങളുടെ ഞാൻ ഓഡിറ്റ് ചെയ്യുന്നൊരു ഫേമിലുണ്ട്, അത് ഇതാണ്, ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, സാറിനോട് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്താണ് അവരോട് ചോദിക്കും. സോ ഒരു കോംപ്ലക്സ് ടാക്സ് കംപ്ലയൻസ് ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മളത് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഓഡിറ്റേഴ്സ് എക്സ്പെർട്ട് നമ്മൾ യൂസ് ചെയ്യും. ദെൻ എക്സ്പെർട്ടൈസ് ഇൻ ദ ഫീൽഡ് ഔട്ട്സൈഡ് അക്കൗണ്ടിങ് ഓർ ഓഡിറ്റിംഗ്. അപ്പോൾ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിനോ ഔട്ട്സൈഡിലൊരു ഫീൽഡിന് നമുക്ക് എന്താണ് ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ വേണോ അല്ലെങ്കിൽ ഒരു വർക്ക് വേണോ, ഒരു എവിഡൻസ് വേണമെങ്കിൽ നമ്മൾ എന്താണ് അപ്പോഴും ഓഡിറ്റേഴ്സ് എക്സ്പെർട്ട് നമ്മൾ യൂസ് ചെയ്യും. ദെൻ ആക്ച്വറിയൽ കാൽക്കുലേഷൻ ഫോർ ലയബിലിറ്റീസ്. അപ്പോൾ ലയബിലിറ്റീസിൻ്റെ ആക്ച്വറിയൽ കാൽക്കുലേഷന് നമ്മൾ ഓഡിറ്റേഴ്സ് എക്സ്പെർട്ടിനെ യൂസ് ചെയ്യും. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോൺട്രാക്ട് ലോസ് ആൻഡ് റെഗുലേഷൻ. അപ്പോൾ ചില കോൺട്രാക്ട് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ റെഗുലേഷൻ ഇതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചില നമ്മൾ പഠിക്കാത്ത ചില നിയമങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചില നിയമങ്ങൾ നമ്മൾ SA 250 ചാപ്റ്റർ 2 നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. SA 250 നമ്മൾ പറയുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ പല നിയമങ്ങളും അനുശാസിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺസിഡറേഷൻസിനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ SA 250 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ അതേമാതിരി തന്നെ അങ്ങനെയുള്ള ചില നിയമങ്ങളോ റെഗുലേഷൻസോ അതേമാതിരി തന്നെ കോൺട്രാക്റ്റുകളോ വരികയാണ്, നമ്മൾ പഠിക്കാത്ത നമുക്ക് അറിയാത്ത രീതിയിലുള്ള കോൺട്രാക്റ്റ് നിയമം റെഗുലേഷൻസ് വരികയാണെങ്കിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിനെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് റിസർവ് ഇതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. ഒരു ഓഡിറ്ററിന് അതൊന്നും പഠിക്കുന്നില്ല. ആ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എസ്റ്റിമേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഓർഗനൈസേഷൻ അവരുടെ ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് ഒരു എസ്റ്റിമേഷനോട് നടത്തി, ആ എസ്റ്റിമേഷൻ പ്രോപ്പറാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് നോളേജ് ഇല്ല. കാരണം നമ്മൾ ആ ഫീൽഡിൽ എക്സ്പേർട്സ് അല്ല. അതുകൊണ്ട് ആ ഫീൽഡിൽ എക്സ്പേർട്ടായ ഒരു വ്യക്തിനെ നമ്മൾ എന്ത് കൊണ്ടുവരുന്നു, നമ്മളുടെ വർക്കിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു. ഡിറ്റർമൈനിങ് ദ നീഡ് ഫോർ എൻ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. അപ്പോൾ ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിൻ്റെ നീഡ് നമ്മൾ മനസ്സിലാക്കുകയാണ്, ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. An auditor may need an expert to assist in understanding the entity's environment, assessing risk, designing audit procedures and evaluating audit evidence sufficiency. അപ്പോൾ audit evidence sufficiency. അപ്പോൾ ഓഡിറ്റർ ഒരു ഓഡിറ്റ് എക്സ്പേർട്ടിന് ആവശ്യമുണ്ട്. എന്തിനൊക്കെ വേണ്ടി വെച്ചാൽ ഒരു എൻറ്റിറ്റീൻ്റെ എൻവിറോൺമെൻറ്റ് മനസ്സിലാക്കാൻ, അതേമാതിരി തന്നെ റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്യാൻ, അതേമാതിരി തന്നെ ഓഡിറ്റ് എവിഡൻസിൻ്റെ സഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യാൻ, സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു എക്സ്പേർട്ടിനെ നമുക്ക് യൂസ് ചെയ്യാം. അയാളുടെ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യം വരും. സോ അണ്ടർസ്റ്റാൻഡിങ് ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവിറോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ എന്തൊക്കെ കാര്യത്തിനാണ് വേണ്ടത് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവിറോൺമെൻറ്റ്, എൻറ്റിറ്റിനെയും എൻവിറോൺമെൻറ്റിനെയും മനസ്സിലാക്കാൻ വേണം, ഇൻക്ലൂഡിങ് ഇൻറ്റേർണൽ കൺട്രോൾ. പിന്നെ ഐഡൻറ്റിഫൈങ് ആൻഡ് അസസിങ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അസസും അതേമാതിരി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ടാണ് അസസ് ചെയ്യുക. സോ ഐഡൻറ്റിഫൈ ചെയ്യാനും അസസ് ചെയ്യാനും. ദെൻ ഡിറ്റർമൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് റെസ്പോൺസസ് ടു ദ അസസ്ഡ് റിസ്ക്. അപ്പോൾ നമ്മൾ അസസ് ചെയ്ത് വെച്ചിട്ടുള്ള എന്ന് വെച്ചാൽ ഈ ഭാഗത്തിൽ നമ്മൾ ഓൾറെഡി അസസ് ചെയ്തിട്ടുള്ള റിസ്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അതിലുള്ള റെസ്പോൺസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാനും അതേമാതിരി തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇയാളെ ഉപയോഗിക്കാം. ദെൻ ഡിസൈനിങ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു റെസ്പോണ്ട് ടു റിസ്ക്. ഈ ഒരു റിസ്കിന് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അത് വേണം, അത് ഡിസൈൻ ചെയ്യാനും നമുക്ക് എക്സ്പേർട്ടിനെ യൂസ് ചെയ്യാം. ദെൻ ഇവാലുവേറ്റിംഗ് ദ ആഡിക്കസി ഓഫ് ഓഡിറ്റ് എവിഡൻസ്. നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഓഡിറ്റ് എവിഡൻസിൻ്റെ ആഡിക്കസി ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്പേർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫോർ ഫോമിങ് ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. An auditor may gain sufficient understanding of other field without needing an expert through. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 3 ആൾക്കാർ ഒരു ഫേം ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 3 ആൾക്കാരാണ് പോകുന്നത്.
ഇയാൾക്ക് എന്തുണ്ട്, ഇയാൾക്ക് ഈ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് നല്ല നോളേജ് ഉണ്ട്. അയാൾ ഓൾറെഡി അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ കുറേ ഇയേഴ്സിൽ എക്സ്പീരിയൻസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. സോ ഇങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ ആവശ്യം വേറെ ഉണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ല. അതേമാതിരി തന്നെ SA 620 എന്തും ആവില്ല, അപ്ലിക്കബിളും ആവില്ല. ആ സിറ്റുവേഷനാണ് ഇവിടെ പറഞ്ഞത്. എൻ ഓഡിറ്റർ മേ ഗെയിൻ സഫീഷ്യൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതർ ഫീൽഡ്, മറ്റൊരു ഫീൽഡിനെ കുറിച്ച് സഫീഷ്യൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് വരുത്തും. ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ലാത്തത് ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ എക്സ്പെർട്ടൈസ്ഡ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ, എക്സ്പീരിയൻസ് വിത്ത് എ സിമിലർ എൻറ്റിറ്റി ദാറ്റ് റിക്വയർസ് എക്സ്പെർട്ടൈസ് ഇൻ ദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ. അങ്ങനത്തെ ഒരു എൻറ്റിറ്റിയിൽ നമ്മൾ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, വേറൊരു എക്സ്പേർട്ടിനെ നമുക്ക് ആവശ്യമില്ല. ദെൻ എഡ്യൂക്കേഷൻ ഓർ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഓയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ വാട്ട് എവർ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്താണ്, നമ്മൾ അതിലൊരു എഡ്യൂക്കേഷൻ, നമ്മളൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്, ആ ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് നോളേജ് ഉണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വേണ്ട, നമുക്ക് ഒരു ഓഡിറ്ററിനെ വേണ്ട, എക്സ്പേർട്ടിനെ വേണ്ട. ഇൻ ദ ഫീൽഡ് സച്ച് ആസ് ഫോർമൽ കോഴ്സസ് ഓർ ഡിസ്കഷൻ വിത്ത് ദ നോളജബിൾ ഇൻഡിവിജ്വൽ ഫോർ എൻഹാൻസിങ് ദ ഓഡിറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. ഒന്നുകിൽ നമ്മളൊരു കോഴ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നോളേജ് വരുത്തുമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വരുത്തുമോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു അറിവുള്ള ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഇപ്പോഴല്ല, ഇതെന്ന് വെച്ചാൽ ഈ SA 620 എന്താ പറഞ്ഞത്, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇയാളെയും കൂടി നമ്മളെ കൂടെ കൂട്ടുക, എക്സ്പേർട്ടിനെയും കൂടി നമ്മൾ കൂടെ കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പറഞ്ഞതല്ല, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെന്താണ് ഇങ്ങനത്തെ ഒരു വ്യക്തിനെ നമ്മൾ പരിചയപ്പെട്ടിട്ട് നമ്മളെന്താണ് അയാളുടെ അടുത്ത് നമുക്ക് ആ നോളേജ് കിട്ടിയിട്ടുണ്ട്. സോ ഈ സിറ്റുവേഷനിൽ എന്താണ്, ആ സിറ്റുവേഷനിൽ നമുക്കൊരു ഓഡിറ്റ് എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ എഡ്യൂക്കേഷനും ആ ഒരു നോളേജ് എന്തുണ്ട്, ആ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള നോളേജ് നമുക്ക് തന്നെ ഉണ്ട്. ദെൻ കോൺവെർസേഷൻ വിത്ത് ആൻ ഓഡിറ്റേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ സിമിലർ എൻഗേജ്മെൻറ്റ്. ഇത് നമ്മളെന്താ പറഞ്ഞത്, ഒരു എക്സ്പേർട്ടായുള്ള ഒരാളടുത്ത് എക്സ്പേർട്ടായുള്ള ആളടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ നോളേജ് വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഫേം പ്രീവിയസ് ഓഡിറ്റ് ചെയ്തൊരു വ്യക്തി ഉണ്ടാവും, പ്രീവിയസ് ഓഡിറ്റർ ഉണ്ടാവും. ഇയാൾക്ക് എന്തറിയാം, ഇയാൾക്ക് ഈ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച് നോളേജ് ഉണ്ട്. ഇങ്ങനത്തെ ഒരാൾ നമ്മളെ കൂടെ ഇല്ലയെന്ന് വിചാരിക്കുക, ഇങ്ങനത്തെ ഒരാൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇയാളുടെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യും, കോൺവെർസേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഓഡിറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള നോളജ് നമ്മൾ ഗെയിൻ ചെയ്യും. സോ ഈ 3 സിറ്റുവേഷൻ, ഒന്ന് വെച്ചാൽ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, രണ്ടാമത്തെ വെച്ചാൽ നമ്മളെന്താണ് ഒരു ഫോർമൽ കോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു നോളജബിളായുള്ള ഇൻഡിവിജ്വൽ അടുത്ത് പോയിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രീവിയസ് ഓഡിറ്റർ എന്ന് വെച്ചാൽ സിമിലർ എൻഗേജ്മെൻറ്റിൽ പ്രീവിയസ്ലി ചെയ്തൊരു ഓഡിറ്റർ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഓഡിറ്ററിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിനെ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിനെ യൂസ് ചെയ്യണോ, കൺസിഡറേഷൻ വെൻ ഡിസൈഡിങ് വെദർ ടു യൂസ് എൻ ഓഡിറ്റർ എക്സ്പേർട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിനെ നമ്മൾ യൂസ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വെൻ ടു യൂസ് എൻ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. രണ്ടാമത്തത് അതിൻ്റെ കീ കൺസിഡറേഷൻ. മൂന്നാമത്തെ വെച്ചാൽ മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ട് യൂസ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിനെ യൂസ് ചെയ്യേണ്ടത്, രണ്ടാമത്തത് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, മൂന്നാമത്തത് ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. സോ ഫസ്റ്റ് വൺ, വെൻ ടു യൂസ് എൻ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. An auditor may decide to use an auditor's expert to gather enough good audit evidence. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഓഡിറ്റ് എവിഡൻസ് നമുക്ക് വേണമെന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഓഡിറ്റ് എക്സ്പേർട്ടിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഡിസിഷൻ എപ്പോഴാണ് ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിനെ യൂസ് ചെയ്യേണ്ടതുള്ള ഡിസിഷൻ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ കീ കൺസിഡറേഷൻസ്. അതിൽ ഫസ്റ്റ് വെച്ചാൽ വെദർ മാനേജ്മെൻറ്റ് ഹാസ് യൂസ്ഡ് എ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിനെ യൂസ് ചെയ്യണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാനുള്ള കീ കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിനെ യൂസ് ചെയ്തിട്ടുണ്ടോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ദെൻ ദ കോംപ്ലക്സിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ മാറ്റർ. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന മാറ്ററിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റിയും ഇമ്പോർട്ടൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു എക്സ്പേർട്ട് വേണം അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതേമാതിരി തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന മാറ്റർ എന്താണ്, അത് കോംപ്ലക്സും ആണ്, അതേമാതിരി തന്നെ അത് വളരെ ഇമ്പോർട്ടൻറ്റും ആയൊരു സാധനമാണെങ്കിൽ നമുക്ക് അപ്പോഴും എന്ത് വേണം, ഒരു ഓഡിറ്റർ എക്സ്പേർട്ട് വേണം. ദെൻ ദ റിസ്ക് ഓഫ് സിഗ്നിഫിക്കൻറ്റ് എറേഴ്സ് ഇൻ ദ മാറ്റർ. അപ്പോൾ ആ ഒരു മാറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന മാറ്ററിൽ എന്താണ് സിഗ്നിഫിക്കൻറ്റ് എറേഴ്സ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ആരെ വേണം, ഓഡിറ്റർ എക്സ്പേർട്ട് വേണം. ദെൻ ദ പ്ലാൻഡ് പ്രൊസീജിയേഴ്സ് ടു അഡ്രസ് ഐഡൻറ്റിഫൈഡ് റിസ്ക് ഇൻക്ലൂഡിങ് ഓഡിറ്റേഴ്സ് ഫെമിലിയാരിറ്റി വിത്ത് ദ എക്സ്പേർട്ട് വർക്ക്. അപ്പോൾ നമുക്കെന്താണ് നമ്മളൊരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു, ഒരു മാറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അതിലൊരു റിസ്ക് ഉണ്ടെന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ റിസ്ക് നമ്മൾ എന്താണ് അഡ്രസ്സ് ചെയ്യാൻ എന്ത് പ്രൊസീജിയറാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതുമാതിരി തന്നെ ഓഡിറ്റ് എക്സ്പേർട്ടിൻ്റെ വർക്ക് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അഞ്ചാം പാതിര സിനിമയിൽ ആ ഒരു കേസ് വരുന്ന സമയത്ത് മറ്റേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, അയാളുടെ പേരിക്കാൻ മറന്നുപോയി, ആ ഒരു കുറ്റവാളിയായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, അപ്പോൾ ഈ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഫ്രണ്ട്, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ചാക്കോ ബോബനെ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്, അയാൾക്ക് എന്തറിയാം, ഈ ഓഡിറ്റർ അല്ലെങ്കിൽ ആ കുഞ്ചാക്കോ ബോബൻ്റെ വർക്ക് എന്താണ്, അയാൾക്ക് ഫെമിലിയറാണ്, അയാൾക്ക് നല്ലോണം അറിയുന്നൊരു വർക്കാണ് അയാൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് അയാൾ കുഞ്ചാക്കോ ബോബനെ ഇൻവോൾവ് ചെയ്യുന്നു. സോ നമ്മൾ ഇതേമാതിരി തന്നെ ഇവിടെ നമുക്കൊരു ഏരിയ നമുക്ക് കവർ ചെയ്യണം, അതിന് റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ റിസ്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സ്പേർട്ടിനെ നമുക്ക് എന്തേ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ആ വർക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അതിന് നമുക്ക് ആ പ്രൊസീജിയർ അങ്ങനെ പ്ലാൻ ചെയ്യാം. ഓക്കെ, ദെൻ അവൈലബിലിറ്റി ഓഫ് അതർ ഓഡിറ്റ് എവിഡൻസ് സോഴ്സസ്. അപ്പോൾ മറ്റ് ഓഡിറ്റ് എവിഡൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു മാറ്റർ, നമ്മളൊരു ഏരിയ, ഇതാണൊരു ഏരിയ എന്ന് വിചാരിക്കാം, അത് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ഓഡിറ്റ് എവിഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്, ഒരുപാട് ഓഡിറ്റ് എവിഡൻസ് കിട്ടുന്നുണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു പുറത്തൊരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ഏരിയനെ കുറിച്ച് നമുക്കൊരു ഒരു ഓഡിറ്റ് എവിഡൻസ് നമുക്ക് കിട്ടുന്നില്ല, വളരെ റെയർ ആയിട്ടേ കിട്ടുന്നുള്ളൂ എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു നോളേജ് വരുത്താൻ പറ്റുന്നില്ല, ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ നമുക്ക് ആ ഒരു ഏരിയനെ കുറിച്ച് വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോൾ യൂസ് ചെയ്യണം, നമ്മളൊരു ഓഡിറ്റ് എക്സ്പേർട്ടിനെ ആ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യണം. സോ അവൈലബിലിറ്റി ഓഫ് അതർ ഓഡിറ്റ് എവിഡൻസ് സോഴ്സസ്. ഇനി ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിനെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഇഫ് മാനേജ്മെൻറ്റ് യൂസ്ഡ് ആൻ എക്സ്പേർട്ട് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദ ഓഡിറ്റേഴ്സ് ചോയ്സ് മേ ഡിപ്പെൻഡ് ഓൺ. അപ്പോൾ ഓഡിറ്ററുടെ ചോയ്സ് ഡിപ്പെൻഡ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ദ നേച്ചർ ആൻഡ് ഗോൾ ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് വർക്ക്. അപ്പോൾ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ വർക്കിൻ്റെ നേച്ചറും ഗോളും, ദെൻ വെദർ ദ എക്സ്പേർട്ട് ഇസ് എൻ എംപ്ലോയി ഓർ ഔട്ട്സൈഡ് പാർട്ടി. ഈ ഒരു എക്സ്പേർട്ട് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ എംപ്ലോയി ആണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് പാർട്ടി ആണോ എന്നുള്ള കാര്യം. ദെൻ ദ ഡിഗ്രി ഓഫ് കൺട്രോൾ മാനേജ്മെൻറ്റ് ഹാസ് ഓവർ ദ എക്സ്പേർട്ട്. അപ്പോൾ ഈ എക്സ്പേർട്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എക്സ്പേർട്ടിൻ്റെ വർക്കിൻ്റെ മുകളിൽ മാനേജ്മെൻറ്റിന് എത്രമാത്രം കൺട്രോൾ ഉണ്ട് എന്നുള്ള കാര്യവും. ആൻഡ് എക്സ്പേർട്ടിൻ്റെ സ്കിൽ ആൻഡ് നോളേജ്, എക്സ്പേർട്ട് എന്താണ്, സ്കില്ലും നോളേജബിൾ ആയുള്ളൊരു വ്യക്തിയാണോ എന്നുള്ള കാര്യം. ദെൻ വെദർ ദ എക്സ്പേർട്ട് ഫോളോ പ്രൊഫഷണൽ ഓർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡും അതേമാതിരി തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും എക്സ്പേർട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ. ആൻഡ് എനി കൺട്രോൾസ് ഓവർ ദ എക്സ്പേർട്സ് വർക്ക് വിത്തിൻ ദ എൻറ്റിറ്റി. നമ്മളിതേ പറഞ്ഞ പോലെ തന്നെയാണ്, മാനേജ്മെൻറ്റ് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യം, എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ, എക്സ്പേർട്ടിൻ്റെ വർക്കിൻ്റെ മുകളിൽ എൻറ്റിറ്റിക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ. ഈ കാര്യങ്ങളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം ഒരു ഓഡിറ്ററിൻ്റെ ചോയ്സ് വരേണ്ടത്. എന്ന് വെച്ചാൽ ഒരു എക്സ്പേർട്ടിനെ യൂസ് ചെയ്യണോ, ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിനെ യൂസ് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വരേണ്ടത്. സോ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിനെ യൂസ് ചെയ്യണമെങ്കിൽ, ഓഡിറ്റർ എക്സ്പേർട്ട് കേട്ടോ, മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ് പറഞ്ഞ് മാറിപ്പോയത്. ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിനെ ഓഡിറ്റർ യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നോക്കണം, ആ ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ വർക്കിൻ്റെ നേച്ചർ ആൻഡ് ഗോൾ നോക്കണം, അയാൾ ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയി ആണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് പാർട്ടി ആണോ എന്നുള്ള കാര്യം നോക്കണം, മാനേജ്മെൻറ്റിന് അയാളുടെ വർക്കിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം, അയാളുടെ സ്കില്ലും നോളേജും നോക്കണം, അതേമാതിരി തന്നെ അയാൾ പ്രൊഫഷണൽ ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടോ, അതേമാതിരി തന്നെ എൻറ്റിറ്റിക്ക് അയാളുടെ മുകളിൽ കൺട്രോൾ ഉണ്ടോ. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഓഡിറ്റർ ഈ ഒരു ചോയ്സ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിനെ യൂസ് ചെയ്യണോ എന്നുള്ള ചോയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. The nature, timing and extent of auditors' procedures will change based on the situation. അപ്പോൾ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് എന്താണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചറും ടൈമിങ്ങും എക്സ്റ്റൻറ്റും മാറി കളിക്കും.
ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ മുകളിലാണ് ഈ ഒരു ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് മാറുക എന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് വർക്ക് ദ എക്സ്പേർട്ട് ഇസ് ഡൂയിങ്. അപ്പോൾ ഏത് വർക്കാണ്, എന്ത് ടൈപ്പ് ഓഫ് വർക്കാണ് എക്സ്പേർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് എന്ത് മാറും, ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് മാറും. അത് കഴിഞ്ഞിട്ട് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ എക്സ്പേർട്ട് വർക്ക്. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ വർക്കിലുള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. 3 വെച്ചാൽ ദ ഇമ്പോർട്ടൻസ്, ആ ഒരു വർക്ക്, ദ എക്സ്പേർട്ട് വർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ ആ എക്സ്പേർട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയേൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ എക്സ്പീരിയൻസ് വിത്ത് ദ എക്സ്പേർട്സ് പ്രീവിയസ് വർക്ക്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു 5-ാം പാതിരയിൽ എന്താണ്, മറ്റേ പോലീസുകാരൻ കുഞ്ചാക്കോ ബോബൻ്റെ മുകളിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാരണം അയാൾക്ക് അറിയാം അയാൾ ഭയങ്കര നോളജ് ഉള്ളൊരു പേഴ്സൺ ആണെന്ന് അറിയാം. അതുമാതിരി തന്നെ ഈ ഒരു ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിൻ്റെ അടുത്തുള്ള ഒരു പ്രീവിയസ് വർക്കുള്ള ഒരു എക്സ്പീരിയൻസ്, നമുക്ക് അയാളുടെ വർക്കിൻ്റെ മുകളിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ ബേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓഡിറ്റ് പ്രൊസീജിയർ നമുക്ക് അതിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം നല്ലൊരു നോളജ് ഉള്ള ഒരാളാണ്, നമുക്ക് ഓൾറെഡി അറിയെങ്കിൽ നമുക്ക് അയാളെ കുറിച്ചിട്ട് കൂടുതൽ വെറി ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾ തന്നെ പണിയെടുത്ത് വന്നോളൂ. ദെൻ വെദർ ദ എക്സ്പേർട്ട് ഫോളോ ദ എൻറ്റിറ്റീസ് ക്വാളിറ്റി കൺട്രോൾ പോളിസി. അപ്പോൾ നമ്മളുടെ ഫേം, നമ്മൾ SQC 1 പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓഡിറ്റ് ഫേമിന് ക്വാളിറ്റി വേണമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വാളിറ്റി പോളിസീസ് എന്താണ്, ഈ ഒരു എക്സ്പേർട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്താണ്, അതിൻ്റെ കൂടി ബേസിലാണ് ഓഡിറ്ററിൻ്റെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റിൻ്റെ മാറ്റം വരിക. സോ എന്തൊക്കെയാണ്, അയാൾ ഏത് ടൈപ്പ് വർക്കാണോ ചെയ്യുന്നത്, അയാൾ ചെയ്യുന്ന വർക്കിൻ്റെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, അയാൾ ചെയ്യുന്ന വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്, അയാളുടെ വർക്കിനോടുള്ള നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, ദെൻ അയാൾ നമ്മളുടെ ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഈ നീഡ് ഫോർ എക്സ്റ്റെൻഡ് പ്രൊസീജിയർ, നമുക്കിനി കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയർ വേണോ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് തീരുമാനിക്കുകയെന്ന് വെച്ചാൽ, സം ഫാക്ടേഴ്സ് മേ റിക്വയർ മോർ എക്സ്റ്റെൻസീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ചില കാര്യങ്ങൾ കാരണം എന്താണ്, നമുക്ക് കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമുക്ക് ആവശ്യം വരും. എന്തൊക്കെയാ വെച്ചാൽ, ദ എക്സ്പേർട്ട് വർക്ക് ഈസ് ക്രിട്ടിക്കൽ ആൻഡ് ഇൻവോൾവ് കോംപ്ലക്സ് ജഡ്ജ്മെൻറ്റ്. എക്സ്പേർട്ടിൻ്റെ വർക്ക് എന്താണ്, ക്രിട്ടിക്കലുമാണ്, അതേമാതിരി തന്നെ അതിന് കോംപ്ലക്സ് ജഡ്ജ്മെൻറ്റും വേണം. ദെൻ ദ ഓഡിറ്റർ ഹാസ് നോട്ട് പ്രീവിയസ്ലി വർക്ക്ഡ് വിത്ത് ദ എക്സ്പേർട്ട് ആൻഡ് ലാക്ക് നോളേജ് അബൌട്ട് ദർ സ്കിൽ. അപ്പോൾ നമുക്ക് ആ ഓഡിറ്ററിനെ കുറിച്ച് അറിയില്ല, അതേമാതിരി തന്നെ അയാളുടെ ഒരു നോളേജിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയുമില്ല, സ്കില്ലും നോളജിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയുമില്ല. ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്താണ്, നമുക്ക് കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ആവശ്യം വരും. കാരണം നമുക്ക് അയാളെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് കൂട്ടണം. അതേമാതിരി തന്നെയാണ് അയാൾ ചെയ്യുന്ന വർക്ക് കോംപ്ലക്സും ക്രിട്ടിക്കലും ആണെങ്കിൽ, കോംപ്ലക്സ് ജഡ്ജ്മെൻറ്റും ക്രിട്ടിക്കലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴും നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയർ എന്താണ്, എക്സ്റ്റെൻഡ് ആവും. ദെൻ ദ എക്സ്പേർട്ട് വർക്ക് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഓഡിറ്റ് റാദർ ദാൻ ജസ്റ്റ് പ്രൊവൈഡിങ് അഡ്വൈസ്. അപ്പോൾ ഈ എക്സ്പേർട്ടിൻ്റെ വർക്ക് എന്താണ്, ഈ ഒരു ഓഡിറ്റിന് എസെൻഷ്യലാണ്, അയാൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിലും നമുക്ക് എന്താണ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യണം. ജസ്റ്റ് അയാളുടെ അടുത്ത് പോയിട്ട് നമ്മളൊരു അഡ്വൈസ് വാങ്ങല്ല, അയാൾ വന്നിട്ട് ആ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിറ്റ് മുന്നോട്ട് പോവുള്ളൂ. ഈ സിറ്റുവേഷനിലും ഓഡിറ്റ് പ്രൊസീജിയർ എക്സ്റ്റെൻഡ് ചെയ്യണം. ദ എക്സ്പേർട്ട് ഈസ് എക്സ്റ്റേണൽ ആൻഡ് നോട്ട് ബൗണ്ട് ബൈ ദ ഫേംസ് ക്വാളിറ്റി കൺട്രോൾ പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇയാളൊരു എക്സ്റ്റേണൽ പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നില്ല, ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ പോളിസി ഇയാൾ ഫോളോ ചെയ്യുന്നില്ല, അയാൾ ബൗണ്ട് ചെയ്യുന്നില്ല, അയാൾ അതിന് കീഴിലല്ല വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിലും എന്താണ്, ഓഡിറ്റ് പ്രൊസീജിയർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി എക്സ്പേർട്ടിൻ്റെ കോമ്പീറ്റൻസും അതേമാതിരി തന്നെ ഒബ്ജക്റ്റിവിറ്റിയും. ഓഡിറ്റർ മസ്റ്റ് അസസ് ഇഫ് ദ എക്സ്പേർട്ട് ഹാസ് നെസസറി സ്കിൽ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ എക്സ്പേർട്ടിന് എന്താണ് നെസസറി സ്കില്ലും ഒബ്ജക്റ്റിവിറ്റി ഉള്ള കാര്യം ഓഡിറ്റർ അസസ് ചെയ്യണം. ദിസ് ഇൻക്ലൂഡ് ചെക്കിംഗ് ഫോർ എനി റിലേഷൻഷിപ്പ് ദാറ്റ് മൈറ്റ് എഫക്ട് ദ എക്സ്പേർട്സ് ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വെച്ചാൽ, ആ സ്കില്ലും ഒബ്ജക്റ്റിവിറ്റിയും ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു എക്സ്പേർട്ടിന് എന്താണ്, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഫേമുമായിട്ട്, ഇതാണ് എക്സ്പേർട്ട്, ഓഡിറ്റ് ചെയ്യുന്ന ഫേമുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, എക്സ്പേർട്ടിൻ്റെ ഒബ്ജക്റ്റിവിറ്റി നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ എക്സ്പേർട്സ് വർക്ക് ഷുഡ് കംപ്ലൈ വിത്ത് ദ ടെക്നിക്കൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എത്തിക്കൽ ഗൈഡൻസ്. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ വർക്ക് എങ്ങനെയായിരിക്കണം, അയാൾ ടെക്നിക്കൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡും അതേമാതിരി തന്നെ എത്തിക്കൽ ഗൈഡൻസും കംപ്ലൈ ചെയ്തിട്ട് വേണം അയാളുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. Then the expert should adhere to the membership standard of a professional body or industry association. അപ്പോൾ അയാൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ബോഡീൻ്റെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി അസോസിയേഷൻ്റെയോ ഭാഗമാണെങ്കിൽ ആ ഒരു മെമ്പർഷിപ്പ് സ്റ്റാൻഡേർഡും അയാൾ എന്ത് ചെയ്യണം, അയാൾ ഫോളോ ചെയ്യണം.
then the expert work must follow any legal or regulatory requirement. ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റും എന്ത് ചെയ്യണം, ഈ എക്സ്പേർട്ട് ഫോളോ ചെയ്യണം. ഒരു എക്സ്പേർട്ടിൻ്റെ കോമ്പീറ്റൻസിൻ്റെ റിലവൻസ് എപ്പോഴാണ് വരിക എന്ന് നോക്കുക. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, റിലവൻസ് ഓഫ് എക്സ്പേർട്സ് കോമ്പീറ്റൻസ്. ദ ഓഡിറ്റർ മസ്റ്റ് കൺസിഡർ ഇഫ് ദ എക്സ്പേർട്ട് സ്കിൽസ് ആർ സ്യൂട്ടബിൾ ഫോർ ദ ടാസ്ക്. അപ്പോൾ നമ്മൾക്ക് വേണ്ട ഒരു കാര്യത്തിനുള്ള നോളജ് അയാൾക്കുണ്ടോ, അതിനെയാണ് കോമ്പീറ്റൻസ്, റിലവൻ്റ് ആയിട്ടുള്ള കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. അയാൾ ചിലപ്പോൾ സ്കിൽഡ് ആയിട്ടൊരു പേഴ്സൺ ആയിരിക്കും, പക്ഷേ നമ്മൾക്ക് എന്തിനാണോ അയാൾ ആവശ്യമുള്ളത് ആ ആവശ്യത്തിനുള്ള നോളേജ് സ്കില്ലും അയാൾക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. For example, the actuary specializing in property insurance may not be the best choice for pension related calculation. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തി എന്താണ്, ഒരു പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിൽ അയാൾ ഒരു ബെസ്റ്റ് ചോയ്സ് അല്ല. ഓക്കെ, ദ എക്സ്പേർട്ട് ഷുഡ് ഹാവ് നോളേജ് റിലവൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ എക്സ്പേർട്ട് എന്ത് വേണം, ഒരു റിലവൻറ്റ് അക്കൗണ്ടിങ്ങും ഓഡിറ്റും സ്റ്റാൻഡേർഡിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ളൊരു നോളേജാണ് ആർക്ക് വേണ്ടത്, എക്സ്പേർട്ടിന് വേണ്ടത്. ദ എക്സ്പേർട്ട് ഷുഡ് നോ ഹൗ ടു യൂസ് അപ്രോപ്രിയേറ്റ് മോഡൽസ് ആൻഡ് മെത്തേഡ്സ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡൽസും മെത്തേഡ്സും യൂസ് ചെയ്യാൻ ഈ ഒരു എക്സ്പേർട്ടിന് അറിഞ്ഞിരിക്കണം. അക്കോർഡിംഗ് ടു ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം, കാരണം നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിൻ്റെ ബേസിലാണ് നമ്മൾ ബുക്ക് കീപ്പിങ്ങും ചെയ്യുന്നത്, അതേമാതിരി തന്നെ ഓഡിറ്റിങ്ങും ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഫോളോ ചെയ്യലാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം ഈ ഒരു എക്സ്പേർട്ട് എന്താണ്, മോഡൽസും മെത്തേഡ്സും എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡൽസും മെത്തേഡ്സും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇയാൾ എക്സ്പേർട്ട് അറിഞ്ഞിരിക്കണം. അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഓർ ഓഡിറ്റ് ഫൈൻഡിങ്സ് മേ റിക്വയർ എ റിവാലുവേഷൻ ഓഫ് ദ എക്സ്പേർട്സ് കോമ്പീറ്റൻസ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ആസ് ദ ഓഡിറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റോ അല്ലെങ്കിൽ ഓഡിറ്റോ വരികയാണെങ്കിൽ, ഓഡിറ്റ് ഫൈൻഡിങ്സോ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓഡിറ്ററിൻ്റെ എക്സ്പേർട്ടിൻ്റെ കോമ്പീറ്റൻസും ഒബ്ജക്റ്റീവും നമ്മൾ എന്ത് ചെയ്യണം, റീവാലുവേഷൻ നടത്തണം. അത് കറക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ റീവാല്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായി എന്താണ്, ഇയാൾ കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി. അങ്ങനത്തെ ഒരു കാര്യം വരികയാണ്, അങ്ങനത്തെ ഒരു ഓഡിറ്റ് ഫൈൻഡിങ്സ് വരികയാണ്, അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റോ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിൻ്റെ കോമ്പീറ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, റീഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് വെച്ചാൽ ഇവാലുവേഷൻ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ത്രെറ്റ്സ് ടു ഒബ്ജക്റ്റിവിറ്റി ആൻഡ് നീഡ്സ് ഫോർ സേഫ് ഗാർഡ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിവിറ്റിയിൽ, എക്സ്പേർട്ടിൻ്റെ ഒബ്ജക്റ്റീവിൽ വരുന്ന ത്രെറ്റ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് വെച്ചാൽ ഇവാലുവേഷൻ ഓഫ് ത്രെറ്റ് ടു ദ ഒബ്ജക്റ്റിവിറ്റി. നമ്മൾ ഈ ഒരു ത്രെറ്റ്, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ ത്രെറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ അടുത്ത നോക്കുക വെച്ചാൽ റോൾ ഓഫ് ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. ഒരു ഓഡിറ്റർ എക്സ്പേർട്ടിൻ്റെ റോൾ എന്താണ്, അതേമാതിരി തന്നെ ഇവാലുവേറ്റിംഗ് ഒബ്ജക്റ്റിവിറ്റി ഓഫ് എക്സ്റ്റേണൽ എക്സ്പേർട്ട്. ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ടിൻ്റെ ഒബ്ജക്റ്റിവിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് വെച്ചാൽ ഇവാലുവേഷൻ ഓഫ് ത്രെറ്റ് ടു ദ ഒബ്ജക്റ്റിവിറ്റി. ദ ഇവാലുവേഷൻ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ത്രെറ്റ് ടു ദ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ദ നീഡ് ഫോർ സേഫ് ഗാർഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ റോൾ ഓഫ് ദ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദെയർ വർക്ക് ഇൻ ദ ഓഡിറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഒബ്ജക്റ്റിവിറ്റിൻ്റെ ത്രെറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതും അതേമാതിരി തന്നെ ഇത് സേഫ് ഗാർഡ് ചെയ്യേണ്ട കാര്യം, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വെച്ചാൽ ഈ ഓഡിറ്റർ എക്സ്പേർട്ടിൻ്റെ റോള്, അവരുടെ റോൾ എന്താണ്, നമ്മളുടെ ഒരു ഓഡിറ്റിൽ അവരുടെ റോൾ എന്താണ്, അതും അതേമാതിരി തന്നെ അവർ ചെയ്യുന്ന വർക്കിൻ്റെ ഇമ്പോർട്ടൻസും. ഈ 2 കാര്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിവിറ്റിൻ്റെ ത്രെറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ റോൾ ഓഫ് ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിൻ്റെ റോൾ എന്താണ്? ഇഫ് ദ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ ഇൻഫർമേഷൻ ബീങ് ഓഡിറ്റഡ്, ദേ ആർ കൺസിഡേർഡ് എ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട്. അപ്പോൾ ഒരു ഓഡിറ്റർ, അയാൾ എന്താണ്, ഒരു നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ എന്താണ്, അയാൾ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഓഡിറ്റ് ചെയ്യാൻ പോവാണ്, ഈ ഒരു സ്ഥാപനം ഓഡിറ്റ് ചെയ്യാൻ പോവാണ്, നമ്മളാണ് ഓഡിറ്റർ, ഇതാണ് എക്സ്പേർട്ട് എന്ന് വെക്കുക. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിൻ്റെ ഇൻഫർമേഷനിലേക്ക് ഇയാളുടെ വർക്ക് ഉണ്ട്, ഇയാൾ വർക്ക് ചെയ്തതിൻ്റെ ബേസിലാണ് ആ ഇൻഫർമേഷൻ ഉള്ളത്. എന്ന് വെച്ചാൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതും
അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തതും ആരാണ്? ഈ ഒരു എക്സ്പേർട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇയാളുടെ വർക്ക് നമ്മൾ ഇയാളെ ഓഡിറ്റ് എക്സ്പേർട്ട് ആക്കുകയാണെങ്കിൽ ഇയാളപ്പോൾ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് അല്ല, ഇയാൾ എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ എക്സ്പേർട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ദ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ ഇൻഫർമേഷൻ ബീയിങ് ഓഡിറ്റഡ്, നമ്മൾ ഓഡിറ്റ് ചെയ്ത സാധനത്തിൻ്റെ ആ ഇൻഫർമേഷനിലേക്ക് അയാൾ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്തല്ല? ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് അല്ല, അയാൾ ആരാണ്? മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ടാണ്. Then evaluating objectivity of external auditor. When assessing the objectivity of an external expert, external auditor, external expert ആണ്. ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ടിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ അസസ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻക്വയറി നടത്തണം അബൌട്ട് എനി നോൺ ഇൻട്രസ്റ്റ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എൻറ്റിറ്റി ആൻഡ് ദ എക്സ്റ്റേണൽ എക്സ്പേർട്ട് ദേ മേ എഫക്ട് ദ ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റിനെ എഫക്റ്റ് ചെയ്യാൻ കാരണമാകുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ എൻറ്റിറ്റിയും എക്സ്പേർട്ടും തമ്മിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഇൻക്വയറി നടത്തണം. ദെൻ ഡിസ്കസ് അപ്ലിക്കബിൾ സേഫ് ഗാർഡ്സ് ആൻഡ് പ്രൊഫഷണൽ റിക്വയർമെൻറ്റ് വിത്ത് ദ എക്സ്പേർട്ട്, ഇവാലുവേറ്റിംഗ് ദർ ആഡിക്വസി ഇൻ റിഡ്യൂസിങ് ത്രെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്ലിക്കബിൾ ആയുള്ള സേഫ് ഗാർഡും അതേമാതിരി തന്നെ പ്രൊഫഷണൽ റിക്വയർമെൻറ്റും എക്സ്പേർട്ടുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ആൻഡ് അവരുടെ ഒരു ആഡിക്വസി, ഈ ഒരു എക്സ്പേർട്ടിൻ്റെ വർക്കിൻ്റെ ആഡിക്വസി നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റും ചെയ്യണം, ത്രെറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ റിലവൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ് മേ ഇൻക്ലൂഡ്. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞു റിലവൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ പ്രൊവിഷൻ ഓഫ് അതർ സർവീസ് ബൈ ദ ഓഡിറ്റ് എക്സ്പേർട്ട്. അപ്പോൾ ഈ ഒരു എക്സ്പേർട്ട് എന്താണ്? മറ്റെന്തെങ്കിലും സർവീസ് ഈ ഒരു എൻറ്റിറ്റിക്ക് ചെയ്ത് കൊടുത്തതാവാം. അപ്പോൾ ഈ കാര്യങ്ങളാവാം എന്ത്? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്ഥലത്ത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു എക്സ്പേർട്ട്, ഏതൊരു എക്സ്റ്റേണൽ എക്സ്പേർട്ടിൻ്റെ ഒബ്ജക്റ്റിവിറ്റി അസസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് വെച്ചാൽ ആ ഒരു എക്സ്പേർട്ടും എൻറ്റിറ്റിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഇൻക്വയറി ചെയ്യുക. രണ്ടാമത്തെ വെച്ചാൽ അപ്ലിക്കബിൾ ആയുള്ള സേഫ് ഗാർഡും പ്രൊഫഷണൽ റിക്വയർമെൻറ്റ്സും എക്സ്പേർട്ടിനോട് ഡിസ്കസ് ചെയ്യുക. ഇൻട്രസ്റ്റും റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആവാം, ബിസിനസ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആവാം, പിന്നെ പ്രൊവിഷൻ ഓഫ് അതർ സർവീസ് ബൈ ദ ഓഡിറ്റർ ആവാം. Then the auditor may need to secure a written representation from the external expert regarding any known interest or relationship. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റോ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എക്സ്റ്റേണൽ എക്സ്പേർട്ടിൻ്റെ അടുത്തു നിന്നും ഓഡിറ്റർ എന്തായിരിക്കണം? വാങ്ങിയിരിക്കണം, അത് സെക്യൂർ ചെയ്തിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ എക്സ്പേർട്സ് ഫീൽഡ്. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ആരെ വർക്കാണോ യൂസ് ചെയ്യുന്നത് അവരുടെ ഫീൽഡിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. സോ ദ ഓഡിറ്റർ മസ്റ്റ് ഗെയിൻ സഫീഷ്യൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എക്സ്പേർട്ട് ഫീൽഡ് ടു എന്തിനാന്ന് വെച്ചാൽ ഡിറ്റർമൈൻ ദ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ എക്സ്പേർട്സ് വർക്ക് ഫോർ ദ ഓഡിറ്റ് പർപ്പസ്. അപ്പോൾ ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എക്സ്പേർട്ടിൻ്റെ വർക്കിൻ്റെ നേച്ചറും സ്കോപ്പും ഒബ്ജക്റ്റീവ്സും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പേർട്ടിൻ്റെ ഫീൽഡ് മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ എന്തും ചെയ്യണം? ഇവാലുവേറ്റ് ദ ആഡിക്വസി ഓഫ് എക്സ്പേർട്സ് വർക്ക് ഫോർ ഓഡിറ്റ് പർപ്പസ്. ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എക്സ്പേർട്ടിൻ്റെ വർക്കിൻ്റെ ആഡിക്വസിയും ഇവാലുവേറ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്ററിൻ്റെ ഫീൽഡിനെ കുറിച്ച്, അല്ലാണ്ട് ആ ഒരു ഫീൽഡ് അയാൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ച് നമ്മൾ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ വരുത്തണം. അഗ്രിമെൻറ്റ് വിത്ത് ദ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. അപ്പോൾ നമ്മൾ ഒരാളെ സഹായത്തിന് വിളിക്കുകയാണെങ്കിൽ അയാളും നമ്മളും തമ്മിലൊരു അഗ്രിമെൻറ്റ് വേണം. അതാണ് പറഞ്ഞത്. ദ ഓഡിറ്റർ ഷുഡ് അഗ്രി ഇൻ റൈറ്റിംഗ് വിത്ത് ദ എക്സ്പേർട്ട് ഓൺ സെവറൽ മാറ്റേഴ്സ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അഗ്രിമെൻറ്റ് വേണം. ആരൊക്കെ തമ്മിൽ? ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടും അതേമാതിരി തന്നെ ഓഡിറ്ററും തമ്മിൽ. ഫസ്റ്റ് എന്ന് വെച്ചാൽ ദ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എക്സ്പേർട്ട് വർക്ക്. അപ്പോൾ എക്സ്പേർട്ട് ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ഒരു നേച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടൊരു നമുക്കൊരു അഗ്രിമെൻറ്റ് വേണം. നമ്മൾ പറയുന്ന കാര്യം തന്നെ ആയിരിക്കണം അയാൾ ചെയ്യേണ്ടതും. അതേമാതിരി തന്നെ അയാൾ ചെയ്യുന്ന സമയത്ത് നിന്നാണ് അയാളുടെ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവിൽ നമ്മൾ ഇടപെടാനും പാടില്ല. അങ്ങനത്തെ ഒരു അഗ്രിമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ദെൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോത്ത് ദ ഓഡിറ്റേഴ്സ് ആൻഡ് എക്സ്പേർട്ട്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയും റോളും അതേമാതിരി തന്നെ എക്സ്പേർട്ടിൻ്റെ റോളും റെസ്പോൺസിബിലിറ്റിയും, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഒരു അഗ്രിമെൻറ്റ് ആരൊക്കെ തമ്മിൽ വേണം? ഓഡിറ്ററും അതേമാതിരി തന്നെ എക്സ്പേർട്ടും തമ്മിലും വേണം. ദെൻ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിങ് ദ ഫോം ഓഫ് റിപ്പോർട്ട് ഫ്രം എക്സ്പേർട്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ഓഡിറ്ററും എക്സ്പേർട്ടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റിനെ കുറിച്ചൊരു അഗ്രിമെൻറ്റ് വേണം. ഓഡിറ്റർ പറയാണ് എനിക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടിയിരിക്കണം എന്നുള്ള കാര്യം ഓഡിറ്റർ പറയാണ്. അത് എക്സ്പേർട്ട് അഗ്രിയും ചെയ്യുകയാണ്. സോ അങ്ങനത്തെ ഒരു അഗ്രിമെൻറ്റ് എന്ത് വേണം?
ഓഡിറ്ററും എക്സ്പേർട്ടും തമ്മിൽ വേണം. സോ ഇൻക്ലൂഡിങ് ദ ഫോം ഓഫ് റിപ്പോർട്ട് ഫ്രം ദ എക്സ്പേർട്ട്. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ അടുത്ത് കിട്ടുന്ന റിപ്പോർട്ടും എന്താണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. അത് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു അഗ്രിമെൻറ്റ് വേണം, ഇന്ന റിപ്പോർട്ടാണ് കിട്ടേണ്ടതെന്നുള്ള കാര്യം. If the expert's work relates to a significant risk, both the formal written report and oral report may be necessary. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഉള്ളൊരു കാര്യം, അതാണ് ഒരു എക്സ്പേർട്ട് വർക്ക് ചെയ്തെങ്കിൽ, എക്സ്പേർട്ടിൻ്റെ വർക്ക് എന്താണ്, അങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഉള്ളൊരു ഏരിയ ആണെങ്കിൽ ഒരു ഫോർമൽ റിപ്പോർട്ടും നമുക്ക് വേണം, അതേമാതിരി തന്നെ ഓറൽ റിപ്പോർട്ടും നമുക്ക് വേണം. എന്ന് വെച്ചാൽ അവർ നമ്മൾ പേഴ്സണലി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങളാണെന്ന് പറയണം, അതേമാതിരി നമ്മൾ പറയണം, അതൊന്ന് ഡോക്യുമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫോർമലായിട്ട് എഴുതി തരാനും നമ്മൾ പറയണം. ഈ രണ്ട് കാര്യങ്ങളും സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഉള്ളൊരു മാറ്ററാണ് എക്സ്പേർട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാങ്ങേണ്ട കാര്യങ്ങളാണ്, ഫോർമൽ റിപ്പോർട്ടും അതേമാതിരി തന്നെ ഓറൽ റിപ്പോർട്ടും. ദെൻ ഐഡൻറ്റിഫൈ സ്പെസിഫിക് പാർട്ട്നേഴ്സ് ഓർ സ്റ്റാഫ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ എക്സ്പേർട്ട് ആൻഡ് എസ്റ്റാബ്ലിഷ് എ പ്രൊസീജിയർ ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ എൻറ്റിറ്റി. അപ്പോൾ നമ്മളെന്താണ്, സ്പെസിഫിക് പാർട്ട്ണറോ അല്ലെങ്കിൽ സ്റ്റാഫിനോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഓഡിറ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എസ്റ്റാബ്ലിഷ് എ പ്രൊസീജിയർ ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് എൻറ്റിറ്റി. അപ്പോൾ എൻറ്റിറ്റിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളൊരു പ്രൊസീജിയർ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദെൻ എൻഷ്യൂർ ദ എക്സ്പേർട്ട് ഒബ്സർവ് കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർമെൻറ്റ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർമെൻറ്റും എക്സ്പേർട്ട് എൻഷ്യൂർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, നോക്കണം. അതിൻ്റെ ഒരു അഗ്രിമെൻറ്റും എന്ത് വേണം, ഓഡിറ്ററും എക്സ്പേർട്ടും തമ്മിൽ വേണം. നമ്മൾ പറയണം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കോൺഫിഡൻഷ്യൽ മാറ്ററാണ്, സോ നിങ്ങൾക്ക് പുറത്തൊരാളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അഗ്രിമെൻറ്റും ഓഡിറ്റർ ആൻഡ് എക്സ്പേർട്ട് തമ്മിൽ വേണം. So, nature, scope and objective of the auditor's work, then role and responsibility of both the auditor and expert, then nature, timing and extent of communication. അത് കൂടാതെ തന്നെ പിന്നെ എന്താണ്, സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഉള്ള മാറ്റർ ആണെങ്കിൽ ഒരു ഫോർമൽ റിട്ടേൺ റിപ്പോർട്ടും അതേമാതിരി തന്നെ ഓറൽ റിപ്പോർട്ടും വേണം. ദെൻ ഐഡൻറ്റിഫൈ സ്പെസിഫിക് പാർട്ണർ ഓർ സ്റ്റാഫ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എക്സ്പേർട്ട് ആൻഡ് എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർമെൻറ്റ് എക്സ്പേർട്ട് എൻഷ്യൂർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒബ്സർവ് ചെയ്യണം. Confidentiality provisions that applies to the auditor must also apply to the expert. അപ്പോൾ ഓഡിറ്ററിന് അപ്ലൈ ആവുന്ന കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവിഷൻസ് എന്താണ്, എക്സ്പേർട്ടിനും അത് അപ്ലൈ ആവുന്നുണ്ട്. കാരണം ഓഡിറ്റർ പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ എക്സ്പേർട്ടും പറയാൻ പാടില്ല. വിത്ത് അഡീഷണൽ റിക്വയർമെൻറ്റ്സ് പോസിബിളി ഇമ്പോസ്ഡ് ബൈ ലോസ് ഓർ റെഗുലേഷൻസ്. സ്പെസിഫിക് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവിഷൻസ് മേ ബി റിക്വയർഡ് by the entity and agreed with the external expert. അപ്പോൾ എൻറ്റിറ്റി എന്താണ്, ചില കാര്യങ്ങൾ പുറത്ത് പറയരുത് എന്ന കോൺഫിഡൻസ് ആണെന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ, അങ്ങനത്തെ പ്രൊവിഷൻസ് വെക്കുകയാണെങ്കിൽ, സ്പെസിഫിക് ആയിട്ടുള്ള വെക്കുകയാണെങ്കിൽ എന്താണ്, അത് എക്സ്റ്റേണൽ എക്സ്പേർട്ടും അത് അഗ്രി ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ഇവാലുവേറ്റിംഗ് ദ ആഡിക്വസി ഓഫ് ദ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട് വർക്ക്. അപ്പോൾ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിൻ്റെ വർക്കിൻ്റെ ആഡിക്വസി നമ്മൾ പറഞ്ഞു, ആഡിക്വേറ്റ് ആണെന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം നമ്മൾ വർക്ക് കൊടുക്കാനും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ആഡിക്വസി നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. ഇവാലുവേഷൻ പർപ്പസ്. So, the auditor must assess the adequacy of the expert's work to ensure it serves the auditor's need. അപ്പോൾ ഓഡിറ്ററിൻ്റെ നീഡിനെ സെർവ് ചെയ്യുന്ന രീതിയിലാണോ എക്സ്പേർട്ടിൻ്റെ വർക്ക് എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അങ്ങനെയാണ് ആഡിക്വസി എൻഷുർ ചെയ്യേണ്ടത്. ദെൻ റിലവൻസ് ആൻഡ് റീസണബിൾനെസ്. ദ ഓഡിറ്റർ ഇവാലുവേറ്റ് ദ എക്സ്പേർട്സ് ഫൈൻഡിങ്സ് ഫോർ റിലവൻസ് ആൻഡ് റീസണബിൾനെസ് ആൻഡ് കൺസിസ്റ്റൻസി വിത്ത് ദ അതർ ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ ഓഡിറ്റ് എക്സ്പേർട്ട് ഫൈൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് റിലവൻ്റ് ആണോ, റീസണബിൾ ആണോ, അതേമാതിരി തന്നെ നമ്മൾ മറ്റ് ഓഡിറ്റ് എവിഡൻസുമായിട്ട് അത് കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. സോ എക്സ്പേർട്ടിൻ്റെ ഫൈൻഡിങ്സ് റിലവൻ്റ് ആണോ, റീസണബിൾ ആണോ, അതിൻ്റെ പുറമെ തന്നെ മറ്റ് ഓഡിറ്റ് എവിഡൻസിൻ്റെ കൂടെ അത് കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യം കൂടി ഒരു ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ് ഓഫ് ദ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. അപ്പോൾ ഓഡിറ്റ് എക്സ്പേർട്ടിൻ്റെ ഫൈൻഡിങ്സും കൺക്ലൂഷനും. ദ ഓഡിറ്റർ മേ യൂസ് സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ടു ഇവാലുവേറ്റ് ദ എക്സ്പേർട്സ് വർക്ക്. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്ത് യൂസ് ചെയ്യും, സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻക്വയറീസ് ഓഫ് ദ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിനെ ഇൻക്വയറി ചെയ്യും. റിവ്യൂ ദ എക്സ്പേർട്സ് വർക്കിംഗ് പേപ്പേഴ്സ് ആൻഡ് റിപ്പോർട്ട്. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ വർക്കിംഗ് പേപ്പറും റിപ്പോർട്ടും എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. ദെൻ കൊറോബറേറ്റീവ് പ്രൊസീജിയേഴ്സ് ലൈക്ക്
പിന്നെ കൊറോബറേറ്റീവ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒബ്സർവിങ് ദ എക്സ്പേർട്സ് വർക്ക്, എക്സാമിനിങ് പബ്ലിഷ്ഡ് ഡാറ്റ ഫ്രം റെപ്യൂട്ടബിൾ സോഴ്സസ്, then confirming matters with third parties and performing detailed analytical procedures for materiality and re-performing calculations. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാച്ചാൽ ഇൻക്വയറിയാണ് ചെയ്യുക. നമ്മൾ ഓഡിറ്റ് എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഇൻക്വയറി ചെയ്യും. അവരുടെ അവരുടെ ഒരു ഇൻട്രസ്റ്റും റിലേഷൻഷിപ്പുകളുടെ കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇൻക്വയറി ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരുടെ വർക്ക് റിവ്യൂ ചെയ്യും. അവരുടെ വർക്കിംഗ് പേപ്പറും അതേമാതിരി തന്നെ റിപ്പോർട്ട് നമ്മൾ റിവ്യൂ ചെയ്യും. അതിനുശേഷം നമ്മൾ ചില കൊറോബറേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ വർക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവെൻട്രി, അത് നമ്മൾ ഇന്ത്യൻ ഓഡിറ്റാണ് പറഞ്ഞത്, നമ്മൾ ഇവിടെയും പറയുകയാണ്. ഇപ്പോൾ ഇൻവെൻട്രി കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒബ്സർവ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ അതേമാതിരി തന്നെ എക്സ്പേർട്ടിൻ്റെ വർക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യും. ദെൻ ചില റെപ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിയ ഡാറ്റ അത് നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് എന്താണ് ഇവരുടെ ഒരു ഫൈൻഡിങ്സും കൺക്ലൂഷൻസിനെ കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തും. കാരണം ഇവർ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റ, റെപ്യൂട്ടബിൾ സോഴ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മളുടെ എക്സ്പേർട്ട് ചെയ്തിട്ടുള്ള വർക്ക് പ്രോപ്പർ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, നമ്മളിപ്പോൾ പറയുകയാണ്, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു CA, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു ക്ലാസ് ഇടുക എന്ന് വെക്കുക. ആ ഒരു ക്ലാസ് ഇടുന്ന സമയത്ത് അയാൾ എന്താണ് റെപ്യൂട്ടഡ് സോഴ്സാണ്. കാരണം അയാൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. സോ ആ സിറ്റുവേഷനിൽ നമുക്ക് എന്താണ്, നമുക്ക് അയാളുടെ ഒരു സോഴ്സ് നമുക്ക് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ വേണം നമുക്ക് നമ്മളെ വേറൊരാൾ പഠിപ്പിക്കുക. നമ്മളൊരു ട്യൂഷനും പോകുന്നില്ല, യൂട്യൂബിൽ നമ്മളെന്ത് കണ്ട്, നമ്മളൊരു ക്ലാസ്സും കണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ ആ ക്ലാസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഈ ട്യൂഷൻ എടുക്കുന്ന ആളെന്തല്ല പ്രോപ്പറായിട്ടുള്ള ക്ലാസ് എടുക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു വർക്കിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ഇവിടെയും എന്താണ്, ഒരു ഓഡിറ്റർ എക്സ്പേർട്ട് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സോഴ്സിൽ നമുക്കൊരു ഡാറ്റ കിട്ടി. ആ ഡാറ്റ പ്രകാരം നമുക്ക് എന്ത് മനസ്സിലായി, അയാൾ ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സും കാര്യങ്ങളും പ്രോപ്പർ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കൺഫേമിങ് മാറ്റേഴ്സ് തേർഡ് പാർട്ടി, മറ്റൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും, ഇയാൾ ഇന്ന വർക്കാണ് ചെയ്തത്, അത് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫേം ചെയ്യാൻ പറ്റും. ദെൻ പെർഫോമിങ് ഡീറ്റെയിൽഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഫോർ മെറ്റീരിയാലിറ്റി. ഇപ്പോൾ മെറ്റീരിയാലിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്ക് പെർഫോം ചെയ്യാം, ഇയാളുടെ ഫൈൻഡിങ്സും കൺക്ലൂഷൻസും കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ റീപെർഫോം കാൽക്കുലേഷൻസ്, ചില കാൽക്കുലേഷൻസ് നമുക്ക് റീപെർഫോമും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഓഡിറ്റ് എക്സ്പേർട്ടിൻ്റെ ഫൈൻഡിങ്സും കൺക്ലൂഷൻസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിസ്കഷൻ വിത്ത് അതർ എക്സ്പേർട്സ് എന്ന് വെച്ചാൽ ദ ഓഡിറ്റർ മേ കൺസൾട്ട് another experts if findings are inconsistent with other evidence and discuss the report with the management. അപ്പോൾ ഓഡിറ്റർ എക്സ്പേർട്ടിനെ യൂസ് ചെയ്തിട്ട് അയാളുടെ ഫൈൻഡിങ്സ് എന്താണ്, നമ്മൾ മറ്റ് എവിഡൻസുമായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിലോ അതേമാതിരി തന്നെ നമ്മൾ മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്തിട്ട് ആ ഡിസ്കഷൻ്റെ ബേസിലോ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്, നമ്മൾ അനദർ എക്സ്പേർട്ടിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസൾട്ട് ചെയ്യണം. ദെൻ അസംഷൻസ് ആൻഡ് മെത്തേഡ്, വെൻ ദ എക്സ്പേർട്സ് വർക്ക് ഇൻവോൾവ് significant assumptions and method, the auditor evaluates their relevance and reasonableness. അപ്പോൾ ഒരു എക്സ്പേർട്ടിൻ്റെ വർക്കിൽ എന്താണ്, ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അസംഷൻസോ അല്ലെങ്കിൽ മെത്തേഡ്സോ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മെത്തേഡ്സിൻ്റെ റിലവൻസും റീസണബിൾനെസ്സും നമ്മൾ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. ദ ഓഡിറ്റർ ചെക്സ് ഇഫ് ദ എക്സ്പേർട്ട് ഹാസ് തറവ്ലി റിവ്യൂഡ് ദീസ് അസംഷൻസ്. അപ്പോൾ ഈ അസംഷൻസ് എന്താണ്, എക്സ്പേർട്ട് തറവായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. Okay. Then developing estimates. If the expert develops an auditor's point estimate, the auditor evaluate the assumptions and method used. അപ്പോൾ ഒരു എക്സ്പേർട്ട് എന്താണ്, ഓഡിറ്റർ എക്സ്പേർട്ട് ഒരു ഓഡിറ്റേഴ്സ് പോയിൻ്റ് എസ്റ്റിമേറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റർ എന്താണ്, അതിൻ്റെ അസംഷനും ആ എസ്റ്റിമേറ്റ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത മെത്തേഡും ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. Then SA 540 എന്ന് വെച്ചാൽ SA 540 ഡിസ്കസ് മാനേജ്മെൻറ്റ്സ് അസംഷൻസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് വിച്ച് ഹെൽപ്സ് ഓഡിറ്റേഴ്സ് ഇവാലുവേറ്റ് ദ എക്സ്പേർട്ട് അസംഷൻ. അപ്പോൾ SA 540 എന്താണ്, മാനേജ്മെൻറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് അസംഷൻസിനെ കുറിച്ചിട്ടാണ് SA 540 ഉള്ളത്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ്. അത് നെക്സ്റ്റ് പാർട്ടിലാണ് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡാണത്. അപ്പോൾ അതിലെന്താണ്, മാനേജ്മെൻറ്റ് ഒരു അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അസംഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്ററിന് ആ ഒരു SA 540 യൂസ് ചെയ്തിട്ട് എന്താണ് എക്സ്പേർട്ടിൻ്റെ അസംഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ വിച്ച് ഹെൽപ്സ് ഓഡിറ്റർ ഇവാലുവേറ്റ് ദ എക്സ്പേർട്സ് അസംഷൻസ്. Then factors for evaluation. Factors to consider when evaluating assumptions include. അപ്പോൾ ഒരു assumptions ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ acceptance in experts field. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ ഫീൽഡിലുള്ള acceptance. Then consistency with the financial reporting requirement. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റും ഉള്ളൊരു ആ ഒരു എസ്റ്റിമേഷൻ, ആ ഒരു അസംഷനും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് തമ്മിലുള്ള കൺസിസ്റ്റൻസി. ദെൻ ഡിപ്പെൻഡൻസ് ഓൺ സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ്. ആ സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സിൽ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു അസംഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. ദെൻ കൺസിസ്റ്റൻസി വിത്ത് മാനേജ്മെൻറ്റ്സ് അസംഷൻസ് ഇൻക്ലൂഡിങ് റീസൺസ് ഫോർ എനി ഡിഫറൻസ്. അപ്പോൾ ഈ എക്സ്പേർട്ട് ഉണ്ടാക്കിയുള്ള അസംഷൻ എന്താണ്, മാനേജ്മെൻറ്റ് അസംഷനുമായിട്ട് കൺസിസ്റ്റൻ്റ് ആണോ, അതേമാതിരി തന്നെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റീസണും ഈ കാര്യങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ. ഒരു അസംഷൻ എക്സ്പേർട്ട് അസംഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. Then source data evaluation. The auditor checks the relevance, completeness and accuracy of source data that is significant to the expert work. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ വർക്കിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഡാറ്റേൻ്റെ റിലവൻസ്, കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി അതെന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഒരു ഓഡിറ്ററിൻ്റെ വർക്കിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഡാറ്റേൻ്റെ റിലവൻസ്, കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി ഓഡിറ്റർ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, ഈ ഒരു സോഴ്സ് ഡാറ്റ ഓഡിറ്റർ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. സോ പ്രൊസീജിയേഴ്സ് ടു ടെസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഡാറ്റ ഇൻക്ലൂഡ് വെരിഫൈങ് ദ ഒറിജിൻ ഓഫ് ദ ഡാറ്റ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഈ ഒരു സോഴ്സ് ഡാറ്റേൻ്റെ ഒറിജിൻ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതേമാതിരി തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദെൻ റിവ്യൂയിങ് ഡാറ്റ ഫോർ കംപ്ലീറ്റ്നെസ് ആൻഡ് ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി. ആ ഒരു ഡാറ്റ റിവ്യൂ ചെയ്യണം. എന്തിനൊക്കെ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ആണോ, അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ള കാര്യം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇന്നാഡിക്കേറ്റ് വർക്ക്. ഇപ്പോൾ ഈ ഒരു എക്സ്പേർട്ടിൻ്റെ വർക്ക് ഇന്നാഡിക്കേറ്റ് ആണെങ്കിൽ എന്താണ് ഓഡിറ്റർ ചെയ്യേണ്ടത്? ഇഫ് ദ ഓഡിറ്റർ ഫൈൻഡ്സ് ദ എക്സ്പേർട്ട് വർക്ക് ഇസ് ഇന്നാഡിക്കേറ്റ്, ദേ മേ ഐദർ എഗ്രി ഓൺ ഫർദർ വർക്ക് ഓർ പെർഫോം അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഒരു വർക്ക് ഇന്നാഡിക്കേറ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരൊന്നുകിൽ എന്താണ് ഫർദർ വർക്ക് അഗ്രി ചെയ്യണം, ഫർദർ വർക്ക് അവർ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പെർഫോം അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ, അല്ലെങ്കിൽ ഓഡിറ്റർ തന്നെ എന്ത് ചെയ്യണം, ഒരു അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. ഇന്നാഡിക്കേറ്റ് ആണെന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കേട്ടോ. സോ ഇന്നാഡിക്കേറ്റ് ആണെങ്കിൽ ഒന്നുകിൽ അഗ്രി ഫർദർ വർക്ക് അല്ലെങ്കിൽ പെർഫോം അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ദെൻ കൺക്ലൂഷൻ ഓൺ ഇന്നാഡിക്കേറ്റ് വർക്ക്. ഇഫ് ദ ഓഡിറ്റർ കൺക്ലൂഡ്സ് ദ എക്സ്പേർട്സ് വർക്ക് ഈസ് ഇന്നാഡിക്കേറ്റ്. അപ്പോൾ എക്സ്പേർട്ടിൻ്റെ വർക്ക് ഇന്നാഡിക്കേറ്റ് ആണെന്ന് ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് കനോട്ട് റിസോൾവ് ദ ഇഷ്യൂ, ഈ ഒരു ഇഷ്യൂ റിസോൾവും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ദേ മേ നീഡ് ടു എക്സ്പ്രസ് എ മോഡിഫൈഡ് ഒപ്പീനിയൻ, ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കണം ഓഡിറ്റർ ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ആസ് പെർ SA 705 ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസിൻ്റെ റീസൺ പറഞ്ഞുകൊണ്ട് ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ വേണം ഓഡിറ്റർ കൊടുക്കാൻ. ഈ ഒരു എക്സ്പേർട്ടിൻ്റെ വർക്ക് ഇന്നാഡിക്കേറ്റും അതേമാതിരി തന്നെ ഈ ഒരു ഇഷ്യൂ സോൾവും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ. Next, reference to the auditor's expert. The auditor should not mention the expert's work in an unmodified opinion report unless legally required. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഓഡിറ്റർ എക്സ്പേർട്ടിൻ്റെ വർക്കിനെ കുറിച്ചിട്ട് ഒരു അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഉള്ള ഒരു റിപ്പോർട്ടിൽ ഓഡിറ്റർ മെൻഷൻ ചെയ്യാൻ പാടില്ല. ലീഗലായിട്ട് പറയാണ് മെൻഷൻ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ഒരു അൺമോഡിഫൈഡ് ഒപ്പീനിയനിൽ എക്സ്പേർട്ടിൻ്റെ വർക്ക് ഓഡിറ്റർ മെൻഷൻ ചെയ്യരുത്. If mentioned, it should clarify that the auditors remain responsible for the audit opinion. അപ്പോൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പോലും, ലീഗലി റിക്വയർ ചെയ്തിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ക്ലാരിഫൈ ചെയ്യണം, ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. Then transparency requirement. In some cases, regulations may require reference to the expert's work for transparency purpose. അപ്പോൾ ചില കേസുകൾ എന്താണ്, റെഗുലേഷൻസ് പറയും ഈ ഒരു എക്സ്പേർട്ടിൻ്റെ വർക്ക് മെൻഷൻ ചെയ്യണം, റിഫർ ചെയ്യണം എന്നുള്ള കാര്യം റെഗുലേഷൻ പറയും. എന്തിനു വേണ്ടിയിട്ട്, ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട്. ഇഫ് ദ ഓഡിറ്റർ മെൻഷൻസ് ദ എക്സ്പേർട്ട് വർക്ക് ഡ്യൂ ടു മോഡിഫിക്കേഷൻ ടു ദ ഒപ്പീനിയൻ. അപ്പോൾ ഒരു ഒപ്പീനിയൻ നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ്, ഒരു എക്സ്പേർട്ടിൻ്റെ വർക്ക് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഒപ്പീനിയൻ.
അതിലെന്ത് മെൻഷൻ ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനിലുള്ള റെസ്പോൺസിബിലിറ്റി കുറയാതെയാണ് നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷൻ നടത്തി അതേമാതിരി ഈ ഒരു എക്സ്പേർട്ടിൻ്റെ വർക്ക് യൂസ് ചെയ്തതെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഓഡിറ്റ് എക്സ്പേർട്ടിൻ്റെ വർക്ക് നമ്മൾ റിഫർ ചെയ്യേണ്ടത് ഏതിൽ, ഓഡിറ്റ് റിപ്പോർട്ടിൽ. അപ്പോൾ ഇതാണ് SA 620 യൂസിങ് ദ വർക്ക് ഓഫ് എൻ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ്.